അരുൺ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഈ ആക്ഷേപം നിരസിക്കുന്നു, തള്ളുന്നു. അതിനും അപ്പുറം ഈ ഗൂഢാലോചന ആരു നടത്തിയെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന നിലപാടെടുക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഒരുപടി മുന്നിൽ വരാൻ അങ്ങനെയാണോ മന്ത്രിയുടെ ഒരു ലൈൻ നമുക്ക് കാണാൻ കഴിയുക? വരുമ്പോൾ അതിൽ പ്രതിരോധമല്ല ആക്രമണം എന്ന ഒരു തന്ത്രമാണ് എം.പി. രാജേഷ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ആരോപണത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതിനൊപ്പം പ്രതിപക്ഷത്തെ വെല്ലുവിളിക്ക് കൂടിയാണ് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് ചെയ്യുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണല്ലോ, അവിടെ ചർച്ചയാകാം, അവിടെ കാണാം എന്ന വെല്ലുവിളിയാണ് മന്ത്രി എം.പി. രാജേഷ് നടത്തുന്നത്. അതായത് സർക്കാർ ഇത് ഒരുപക്ഷെ ഇത് പ്രതീക്ഷ തന്നെയാണ് നിന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു ആരോപണം സർക്കാരും പ്രതീക്ഷിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ആരോപണത്തെ നേരിടുമെന്നാണ് മന്ത്രി പറയുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ കെ സുധാകരൻ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആ രാജിക്കില്ല എന്ന് പറയാതെ പറയുകയാണ് എം.പി. രാജേഷ് ചെയ്യുന്നത്. രാജിയല്ല, പകരം ഈ ആരോപണങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ ഈ ആരോപണത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കാണില്ല. KPCC ആസ്ഥാനത്ത് അദ്ദേഹം താമസിക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് മാധ്യമങ്ങളെ കാണില്ല. KPCC ആസ്ഥാനത്ത് കാണുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരുപക്ഷെ അതിന്റെ വാർത്താ സമ്മേളനം റദ്ദാക്കിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കില്ല, പകരം വാർത്താക്കുറിപ്പിലൂടെ ഈ പ്രശ്നത്തിന് മറുപടി പറഞ്ഞു പോയാൽ മതി, തൽക്കാലത്തേക്ക് തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന ചോദ്യത്തിന് മന്ത്രി ആക്ഷേപം തള്ളുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് പ്രതിപക്ഷവുമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചന എന്ന തരത്തിലേക്കാണോ സർക്കാരും ഇടതുമുന്നണിയും എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്? അതിന്റെ സൂചനകൾ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. അത്തരം ആരോപണങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബാർക്കോഴ ആരോപണത്തിലും ബാർക്കോഴ ആരോപണത്തിന്റെ എപ്പിസോഡ് 1 അന്നത്തെ സർക്കാരിനെതിരെ UDF സർക്കാരിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണത്തിലും ബാർ ഉടമകൾ രണ്ട് തട്ടിലായിരുന്നു. അങ്ങനെയാണ് ആരോപണം വന്നത്. അന്ന് അത് സമർത്ഥമായതിനെ ഉപയോഗിക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഇപ്പോഴും സമാനമായ സാഹചര്യമാണ്. ഇപ്പോൾ സുനിൽകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബാർ ഉടമകൾക്കിടയിൽ ശക്തമായ വ്യക്തമായ ഒരു ഭിന്നാഭിപ്രായമുണ്ട്, റിഫ്റ്റുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ആരോപണം അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തെ സർക്കാരിനൊപ്പവും ഒരു വിഭാഗം അണിനിരക്കുന്നു. അന്നും അത് തന്നെ സംഭവിച്ചത്. ഒരുപക്ഷെ കഴിഞ്ഞ ബാർക്കോഴ ആരോപണത്തിന്റെ തനിയാവർത്തനമായി ഇതിന് തുടക്കത്തിലെങ്കിലും ഇത് മാറുന്നു. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിയുമെന്നതിനനുസരിച്ചിരിക്കും ഈ ആരോപണത്തിന്റെ മുന്നോട്ട് പോക്ക്. എങ്ങനെ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയം ഉപയോഗിക്കും? അവർക്ക് മുന്നിൽ അവസരങ്ങൾ ഏറെയാണ്. കാരണം ഈ ഒരു ആരോപണം വന്നത് വെറുതെ ഒരു അന്തരീക്ഷത്തിൽ ആരോപണമല്ല. ബാർ എക്സൈസ് നയം സർക്കാർ ചർച്ച ചെയ്യുന്ന വേളയിലാണ്. അവിടെ മന്ത്രി എം.പി. രാജേഷ് പറയുന്നത് തെറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞത് എക്സൈസ് നയം സർക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർക്കാർ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 10-11 തീയതികളിൽ ഈ ബാർ ഉടമകളുമായും സർക്കാർ ചർച്ചയ്ക്ക് തീയതി കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എം.പി. രാജേഷ് പറഞ്ഞതിൽ ആ ഒരു ആരോപണത്തിൽ നമുക്ക് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എക്സൈസ് നയത്തിന്റെ ചർച്ച സർക്കാർ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. സെക്രട്ടറി ചർച്ച 2 റൗണ്ട് പൂർത്തിയായി. ചീഫ് സെക്രട്ടറി ചർച്ചയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യനയം ചർച്ച തുടങ്ങിയെന്ന് വസ്തുതയാണ്. അവിടെ ഈ ആരോപണം കത്താൻ അല്ലെങ്കിൽ ആരോപണം ശക്തമായി വരാൻ തക്ക സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. പ്രതിപക്ഷം അത് എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ എങ്ങനെ അരുൺ സൂചിപ്പിച്ചതാണ്, പ്രതിപക്ഷം എങ്ങനെ കണ്ടറിയും? ഡാൻ